സാഹിബ് എന്നോട് ചോദിച്ചേ ഹരീഷ് എറണാകുളത്തേക്ക് ഒന്നും മാറിയില്ലേന്ന്. നാട്ടിൽ നിൽക്കുന്നതിൻ്റെ ഒരു സുഖം ഇനി വേറെ എവിടെ പോയി നിന്നാലും നമുക്ക് കിട്ടൂല. കിട്ടുമോ? ഇല്ല, ഒട്ടുമില്ല. ഞാൻ കുറേ നാട്ടുമ്പുറ നമ്മളെ മലയതും ഒക്കെ വൈകുന്നേരം വരെയും കൂട്ടി പൂവൊക്കെ പൂ പറിക്കാൻ വേണ്ടി പോകും. മക്കൾക്ക് ഒരു അനുഭവം ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് പറിക്കാൻ വേണ്ടി പോവുക. അതൊരു രസമല്ലേ? കാരണം ഈ ഒരു 10 ദിവസമല്ലേ ആ ഒരു ഇത് കൊല്ലത്തിലൊരു ദിവസം വരുന്ന ആ 10 ദിവസം ഇങ്ങനെ പോണ്. കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരം നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരാമോ പൈങ്കിളിയെ പെണ്ണാളെ, ആര്യൻ നെല്ല് വിളഞ്ഞാല് അമ്മ വിരുന്നിന് പോയാല് ആടിപ്പാടാൻ പോരാമോ പൈങ്കിളിയെ പെണ്ണാളെ. പാട്ടിൽ ആ ഓർമ്മ കണക്ട് ചെയ്ത് തന്നെ വരും. രണ്ടുപേരും നമ്മളെ ഒരുപാട് ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും. ഓണം എന്ന് പറയുന്ന ആ ഗൃഹാതുരത്വം തുടങ്ങിയടുത്ത് തന്നെ നമ്മൾ നിർത്തുന്നല്ലേ? അവിടെ തന്നെ ഗൃഹാതുരത്വം വേണം, ഗൃഹാതുരത്വം വേണം. പിന്നോട്ട് തിരിഞ്ഞു നോക്കണം. ഈ ഹരീഷ് കണാരനല്ലേ പറയുന്ന പേര്? അത് ചിലരിനോട് ചോദിക്കുന്നത് അച്ഛൻ്റെ പേരാണോ? പക്ഷേ ഈ ഇത് സംഭവം ഞാൻ മരുഭൂമിയിലാണെന്ന് പറഞ്ഞ ബിജു മേനോൻ്റെ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് അപ്പം അന്ന് വരെ ഹരീഷ് പെരുമണ്ണയാണ്. പെരുമണ്ണ സിനിമയിലൊക്കെ ഹരീഷ് പെരുമണ്ണ. അത് ബിജുവേട്ടൻ്റെ അടുത്ത് പറഞ്ഞ്, ഹരീഷ് എനിക്ക് ഒരു ഭാഗ്യം കൊണ്ടുവന്നൊരു ക്യാരക്ടറല്ലേ ഈ കണാരൻ. അപ്പം അതിൻ്റെ കൂടുതൽ ഹരീഷ് കണാരൻ അന്ന് മുതൽ മറ്റേ വാഴൂർ ജോസേട്ടല്ലേ, വാഴൂർ ജോസാണല്ലോ മറ്റേ എഴുതി ബിജുവേട്ടൻ പറഞ്ഞു കൊടുക്കുക ഹരീഷ് കണാരൻ എഴുതി ഈ പടം മുതൽ. അങ്ങനെയാണ് ഹരീഷ് കണാരൻ സ്റ്റൈലിൽ തന്നെ ഒരു ഓണാശംസ കൊടുത്തോളി. അല്ല, ഓണത്തിനെ പറ്റി പറയുമ്പോൾ ഓണത്തിൻ്റെ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി, ഞാൻ, ഗാന്ധിജി, വല്ലഭായി, മോത്തിലാൽ, തിലകൻ, ഞങ്ങളൊരുവിധം എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് ഈ 10 ദിവസം പൂ പറിക്കാൻ പോകുന്നത്. ഞങ്ങളെല്ലാവരും കൂടി പൂവൊക്കെ പറിച്ച് അങ്ങനെ 10 ദിവസം ഞങ്ങൾ അന്ന് സ്വാതന്ത്ര്യ സമരത്തിലൊന്നും പങ്കെടുക്കും. അന്ന് ലീവാ 10 ദിവസം. ഓണത്തിൻ്റെ ആ സമയത്ത് ഞങ്ങൾ ലീവാക്കി അവധി, സ്കൂളൊക്കെ പൂട്ടല്ലോ അതേമാതിരിയുള്ള. അങ്ങനെ അവസാന ദിവസം മൂപ്പര് വന്നിട്ട്, മറ്റേ മൂപ്പര് വരുമല്ലോ മാവേലി കണ്ടുണ്ടോന്നോ, ഞങ്ങൾ അമ്മായിരത്തെ കമ്പനിയാണല്ലോ. മൂപ്പര് വന്ന് ഞങ്ങളെല്ലാരും കൂടി ഒരു സദ്യ ഉണ്ട്. ശരിക്കും എന്തൊക്കെയാ സദ്യയില് അന്ന് മൂപ്പര് പാതാളത്തുനിന്ന് ഒരു പ്രത്യേക ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ട്. യവിയിൽ എന്ന് പറഞ്ഞ സാധനമില്ലേ, അത് മൂപ്പര് പാതാളത്തുനിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് പിന്നെ അങ്ങനെ അതിന്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഞാനാണ് ഈ അവിയൽ കണ്ടുപിടിച്ചത്. അപ്പം മാതൃഭൂമിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഓണാശംസകളടോ.